എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതാണ് വീഡിയോ 2 ദിവസം 3 ദിവസം ഒരു ഗ്യാപ്പ് വന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. സാർ, ഞങ്ങൾ നാമജപം ചൊല്ലുന്നുണ്ട്, സാറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷേ നാമജപം ചൊല്ലിയിട്ടും ഒരു എഫക്റ്റ് കിട്ടുന്നില്ല, ഒരു ഫീല് കിട്ടുന്നില്ല. ഭാവം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ ഭാവം വരുന്നില്ല. എന്താണ് വരാത്തത്? അതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നാമജപം അതിന് എങ്ങനെ ശക്തി കൂട്ടാം, അതിനെ എങ്ങനെ പവർഫുൾ ആക്കാം, അതിനെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക്. വളരെ ചെറിയ ടോപ്പിക്കാണ്. നാമജപം അറിയാം, ഹൈ ഫ്രീക്വൻസി വേർഡാണ് നാമം. ഈശ്വരൻ്റെ നാമം ഹൈ ഫ്രീക്വൻസി വേർഡാണ്. അത് ചൊല്ലും തോറും എസ്പെഷ്യലി ഏൻഷ്യൻ്റ് ആയിട്ടുള്ള നെയിംസ്, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രേസസ്, ഇതൊക്കെ ചൊല്ലുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പവർ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇത് സ്പിരിച്വലി നമ്മളെ ഉയർന്ന സാധനകളിലേക്ക് നയിക്കും. എപ്പോഴും ഞാൻ പറയാനുള്ള വേർഡാണ്. ഈ ഉയർന്ന സാധന എന്ന് പറയുമ്പോൾ എന്താണ്? ഉയർന്ന സാധന എന്ന് പറയുമ്പോൾ ഹാർട്ട് ചക്രയും ഭേദിച്ച് ഹാർട്ട് ചക്രയ്ക്കപ്പുറം ഉള്ള ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ ഉള്ളൊരു സ്റ്റെപ്സാണ് ഉയർന്ന സാധനകൾ. ഈ ഒരു പ്രോസസ്സ് നാമജപം ചെയ്യുമ്പോൾ പല ആൾക്കാർക്കുമുള്ള വേറൊരു ഡൗട്ടാണ്. നാമജപം എൻ്റെ ഇഷ്ടദൈവം കൃഷ്ണനാണെന്ന് വെക്കുക, എക്സാമ്പിൾ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടദൈവം ശിവനാണ്, എൻ്റെ ഇഷ്ടദൈവം ആരെങ്കിലും ആകട്ടെ, എൻ്റെ ഇഷ്ടദൈവം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഇഷ്ടദൈവത്തിൻ്റെ ചില ആൾക്കാർ ഇഷ്ടദൈവത്തിൻ്റെ പല 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 നാമങ്ങൾ ചൊല്ലും. അല്ലെ, ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഓരോ ആൾക്കാർ പല 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 ഫോംസ് ഓഫ് ഡിവൈൻ്റെ നാമങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. 30 മിനിറ്റ് ഉണ്ടെങ്കിൽ 30 പേരുടെ നാമങ്ങൾ ചൊല്ലും, അല്ലേ? ഇങ്ങനെ ചൊല്ലുന്നതാണോ ഒരു ഈശ്വരൻ്റെ, നമ്മളുടെ ഇഷ്ടദൈവത്തിൻ്റെ ഏകമായിട്ടുള്ള നാമം ചൊല്ലുന്നതാണോ നല്ലത്? എപ്പോഴും സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇഷ്ടദൈവത്തിൻ്റെ ഏകമായിട്ടുള്ള നാമം എന്ന് പറയുമ്പോൾ ഏകമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നതാണ് നല്ലത്. ഏകമായിട്ടുള്ള ആരാധന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ശിവനെ ആണെങ്കിൽ നമുക്ക് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ ജപം ജപിക്കാം. അതേപോലെ തന്നെ ശിവൻ്റെ അഷ്ടോത്തരം ജപിക്കാം, ശിവനുമായി ബന്ധമുള്ള ശിവപുരാണം വായിക്കാം, ശിവൻ്റെ ഗീതയായ ഋഭു ഗീത വായിക്കാം, ഇതെല്ലാം വായിക്കാം. ഒരു നാമം മാത്രമല്ല, പക്ഷേ നമ്മൾ ആ ഒരു ഇഷ്ടദൈവത്തിനെ കണക്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു നാമം തിരഞ്ഞെടുക്കണം. ആരാധന ആവാം. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം സന്ധ്യാനേരത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിതൊക്കെ ചൊല്ലാം, അഷ്ടോത്തരം ചൊല്ലാം, ജപം ചൊല്ലാം, ശിവപുരാണം വായിക്കാം, ഋഭു ഗീത വായിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള സമയത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? വെറുതെ ഇരിക്കുമോ? ബാക്കിയുള്ള സമയത്തും ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴും നമ്മുടെ ഇഷ്ടദൈവ ആരാധന എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നിരന്തരം ആ ഈശ്വരീയ ആരാധന നമ്മൾ കൊണ്ടു നടക്കണം. അതിനായിട്ട് നമുക്കൊരു നാമം, ഒരു ജപം തിരഞ്ഞെടുക്കണം. ശിവനാണെങ്കിൽ ഓം നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ, നമഃ. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ശിവൻ്റെ ജപങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതാണ് ചൊല്ലേണ്ടത്. ഏതാണോ, കൃഷ്ണനാണെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ചില ആൾക്കാർക്ക് വേറെ കൃഷ്ണൻ്റെ മന്ത്രങ്ങളായിരിക്കും ഇഷ്ടം. ആർക്കാണോ എന്താണോ എന്നുള്ളത്, അതായത് നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്താണെന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. മറ്റൊരാൾ പറയുന്നില്ല, ഞാനിവിടെ ഇരുന്ന് പറയുകയാണ് ഇതാണ് കൃഷ്ണൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ, അങ്ങനൊരു മന്ത്രമില്ല. നമ്മളുടെ മനസ്സിൽ ഹാപ്പിനെസ് തരുന്ന ഈശ്വരീയ നാമമാണ് നമ്മളുടെ നാമം. അല്ലാതെ ഇവിടെ ഇരുന്ന് ഒരാൾക്കും നിങ്ങൾക്ക് നാമം തരാൻ പറ്റില്ല. എല്ലാവരും തുല്യരാണ്. കുറച്ച് ആൾക്കാർ കുറച്ച് കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരും ഉയർന്നവരോ താഴ്ന്നവരോ അല്ല സ്പിരിച്വൽ റെൽമിൽ. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിലോ ചിന്തിക്കുന്നുണ്ടെങ്കിലോ അത് അവരുടെ
മൂഢത്വം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും ഒരേപോലെയാണ്. ചില ആൾക്കാർ കൂടുതൽ നടന്നിട്ടുണ്ട്, ചില ആൾക്കാർ കുറച്ച് നടന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എല്ലാവർക്കും നടക്കാനുള്ള അവസരമുണ്ട്, എല്ലാവരും നടക്കുകയും ചെയ്യും. നിങ്ങളുടെ നാമം എന്താണോ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ബീജമന്ത്രങ്ങളൊന്നും നമ്മൾ തിരഞ്ഞെടുക്കരുത്. മന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ നാമം എന്ന് കോമൺ ആയിട്ട് പറയുമ്പോൾ അതിനകത്ത് മന്ത്രങ്ങളും വരും എന്ന് കൂട്ടിക്കോളും. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ പറയുന്നത്. നാമവും മന്ത്രവും ഡിഫറൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണെങ്കിലും ആരാധനാക്രമത്തിൽ വരുമ്പോൾ അത് ഏകമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ബീജമന്ത്രം വരുന്നത് നമ്മൾ ദീക്ഷ സ്വീകരിച്ചിട്ടാണ് ചൊല്ലേണ്ടത്. അല്ലാത്തതുള്ളത് സാധാരണ ഉള്ള ഓം നമഃ ശിവായ മന്ത്രമാണെങ്കിലും അത് ദീക്ഷ ആവശ്യമില്ല, നാമം കൂടെയാണ്. അപ്പോൾ അതൊരു നാമം. അപ്പോൾ രാമ 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 അല്ലേ, എന്താണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഉള്ളിൽ ഫീൽ ചെയ്യണം. അത് തിരഞ്ഞെടുത്താലേ ഈ പറയുന്ന ഭാവം വരത്തുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ ഭാവം വരും? എങ്ങനെയാണ് ഭാവം വരുന്നത്? നമുക്കിഷ്ടമല്ലാത്ത ഒരാൾ ഇപ്പോൾ സത്സംഗ് വിത്ത് ഋഷി സാറ് പറഞ്ഞു ഇത് ചൊല്ലാൻ, അപ്പോൾ ഞാനിത് ചൊല്ലിക്കൊണ്ടിരിക്കുക, എനിക്കൊന്നും തോന്നുന്നില്ല. അപ്പോൾ നമ്മളത് ചൊല്ലിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ തള്ളിക്കളയരുത് ഒരാൾ പറയുന്നത്, പക്ഷേ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കത് നല്ലതാണെങ്കിൽ അത് എടുക്കുക. നമുക്കത് ഫീൽ തരുന്നുണ്ടോ? ഫീൽ തരുന്നില്ലെങ്കിൽ ആര് പറഞ്ഞതാണെങ്കിലും അത് മാറ്റുക, വേറെ ട്രൈ ചെയ്യുക. അപ്പോൾ ആരാധന ചെയ്യുന്ന സമയത്ത്, നമ്മൾ പർട്ടിക്കുലർ സമയത്ത് ആരാധന ഒരു സാധന പോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഇഷ്ടദൈവത്തിൻ്റെ നാമങ്ങളും ജപങ്ങളും ഗ്രന്ഥങ്ങളുമൊക്കെ പാരായണം ചെയ്യാമെങ്കിലും ഒരു നാമം അല്ലെങ്കിൽ ഒരു മന്ത്രം നമ്മൾ നിരന്തരം കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. അതിങ്ങനെ ഒരുപാട് മാറ്റം വരുത്തരുത്. കാരണം അതൊരു ഹൈ പവർ വേർഡായിട്ട് നമ്മളെ അത് രക്ഷിക്കുന്നതാണ്. ഇനി എങ്ങനെയാണിത് ശക്തമാക്കുക? നാമജപം ശക്തമാക്കണമെങ്കിൽ നാമജപം ധ്യാനത്തിലേക്ക് നയിക്കണം. എന്താണ് ധ്യാനം? ധ്യാനം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ധ്യാനം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ധ്യാനത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണ്. ധ്യാനം സംഭവിക്കുന്നതാണ്. ധ്യാനം ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഓരോന്നും. നമ്മൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ടെക്നിക്സാണ്. ടെക്നിക്സ് ടു ഫോൾ ഇൻ ടു മെഡിറ്റേഷൻ. ധ്യാനത്തിലേക്ക് വഴുതി വീഴാനുള്ള മാർഗങ്ങളാണ്. അത് ഉറക്കം പോലെയാണ്. നമുക്ക് ഉറക്കം സംഭവിക്കുന്നതാണ്, അതേപോലെ ധ്യാനവും സംഭവിക്കേണ്ടതാണ്. അതിന് പല 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 മെത്തേഡുകളുണ്ട്. ഭക്തി നാമജപം ചെയ്യുന്ന കൂടുതൽ ആൾക്കാരും ഭക്തി മാർഗം പിന്തുടരുന്നവരായിരിക്കും അല്ലേ? ഭക്തി മാർഗം പിന്തുടരുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ധ്യാന ടെക്നിക്കാണ് രൂപധ്യാനം. എന്താണ് രൂപധ്യാനം? രൂപം എന്ന് ഞാൻ പറയുമ്പോൾ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ രൂപത്തിനും അതീതമായിട്ടാണ്. എല്ലാ നാമരൂപങ്ങളും പരബ്രഹ്മത്തിൽ നിന്നാണ് വരുന്നത്. രൂപം എന്ന് ഞാൻ പറയുമ്പോൾ രൂപത്തിൽ വിശ്വസിക്കാത്തവരെന്ത് ചെയ്യും? മുസ്ലിംസ് രൂപത്തിൽ വിശ്വസിക്കുന്നില്ല. അവർക്ക് പ്രകാശത്തെ കാണാം. പ്രകാശം. യേശുവിനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ യേശു ക്രിസ്തുവിനെ കാണാം. കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ കൃഷ്ണനെ കാണാം അല്ലേ? അദ്വൈതികളാണെങ്കിൽ ആ പരബ്രഹ്മം, ആ വാക്യങ്ങളെ ധ്യാനിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ കൃഷ്ണനെ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കലിസന്തരണ ഉപനിഷത്തിൽ ഒരു ബ്രഹ്മാവ് നാരദന് കൊടുക്കുന്നതായിട്ടുള്ളൊരു സന്ദർഭത്തിലുള്ളൊരു മന്ത്രമാണ്. അപ്പോൾ ഈ ഒരു മഹാമന്ത്രം എന്നാണ് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ചാൻറ്റ് ചെയ്ത് വരുമ്പോൾ കണ്ണുകളടയ്ക്കുക. കുറച്ച് നേരം ചാൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ണുകളടച്ചിട്ട് ആ കൃഷ്ണൻ്റെ രൂപം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണാം. മിക്കവർക്കും കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പനെ ആയിരിക്കും ഓർമ്മ വരുന്നത്. ഗുരുവായൂരപ്പൻ മഹാവിഷ്ണു സങ്കല്പമാണെങ്കിലും കൃഷ്ണനായിട്ടും നമ്മൾ കാണും അല്ലേ? എല്ലാം ഒന്നാണ്. അപ്പോൾ കൃഷ്ണരൂപത്തിൽ ആ ഗുരുവായൂരപ്പനെ കാണുക, ആ നിർമാല്യം തൊഴുന്നതും അലങ്കരിക്കുന്നതും അല്ലേ, എല്ലാം കാണാം. ആ ഒരു തേജസ്സുറ്റ മുഖത്തെ പുഞ്ചിരി, നമ്മൾ ഗുരുവായൂരപ്പനെ ആ വിഗ്രഹം കഴുകി വൃത്തിയാക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും എല്ലാം നമുക്ക് സങ്കല്പിക്കാം. സങ്കല്പത്തിന് അതിരുകളില്ല അല്ലേ? സങ്കല്പത്തിന് യാതൊരു
റെസ്ട്രിക്ഷൻസും ഇല്ല. എങ്ങനെ നിങ്ങൾക്ക് സങ്കല്പിക്കാവോ അങ്ങനെയൊക്കെ സങ്കല്പിക്കാം. ഇതിനെയാണ് രൂപധ്യാനം. ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ആരതി ഒഴിയുന്നത് സങ്കല്പിക്കുക, മുമ്പിൽ ധ്യാനിക്കുന്നത് സങ്കല്പിക്കുക. ഒരു മുസ്ലിം ആണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ സങ്കല്പിക്കാൻ പറ്റും? അവർക്ക് എങ്ങനെയാണ് സങ്കല്പിക്കേണ്ടത്? ഈശ്വരൻ്റെ ഗുണങ്ങളെ സങ്കല്പിക്കാം. പ്രകാശം എന്താണ്? നൂർ അല്ല എന്നല്ലേ പറയുന്നത്. പ്രകാശത്തിനെ, ജ്യോതി സ്വരൂപനായിട്ടുള്ള പരബ്രഹ്മത്തിനെ, ആ പരമാത്മാവിനെ സങ്കല്പിക്കുക, പ്രകാശമായി കാണുക. എന്നിട്ട് ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എന്തൊക്കെയാണ് ഗുണങ്ങൾ? അർ റഹ്മാൻ, റഹീം, അഹദ്. ഓരോ ഗുണങ്ങളില്ലേ? ഗുണങ്ങൾ, അതായത് 99 പേരുകൾ അല്ലേ, 99 നെയിംസ്. ഈ നെയിംസ് എന്താണ്? ഗുണങ്ങളാണ്. അതിനകത്ത് 81 ഖുറാനിൽ നിന്നും 18 ഹദീസ് എന്നുമാണ് അല്ലേ. അപ്പോൾ അതിനെ ആരാധിക്കാം. ക്രിസ്ത്യൻസ് ആണെങ്കിൽ യേശുവിൻ്റെ ചിത്രം, യേശുവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ ഇരിക്കുന്നത് സങ്കല്പിക്കാം. എല്ലാം സങ്കല്പിക്കാം. ആ യേശുവിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ കാൽപാദം കഴുകുന്നത് സങ്കല്പിക്കാം. എങ്ങനെ? സങ്കല്പത്തിന് എന്തെങ്കിലും അതിരുകളുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് മാത്രമാണോ സങ്കല്പം? ഇതിനേക്കാൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ആ പരിപാവനമായിട്ടുള്ള പ്രപഞ്ചനാഥനുമായി എങ്ങനെയാണോ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ മതത്തിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ സ്പിരിച്വൽ ധർമ്മത്തിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്, ആ രീതിയിൽ രൂപധ്യാനം ചെയ്യാം. അത് ചെയ്ത് നിങ്ങൾ ആ രൂപധ്യാനത്തിലേക്ക് പോകും. അത് വേറൊരു കാര്യം. അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് നാമജപത്തിൻ്റെ ശക്തി കൂട്ടുന്നത്. നാമജപം ധ്യാനത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നാമജപത്തിൻ്റെ ശക്തി കൂടും. ആ ഈശ്വരനുമായിട്ടുള്ള ഐക്യം, കണക്ഷൻ ഭയങ്കരമായിട്ട് കൂടും. യാതൊരു സംശയമില്ല, ഇതിന് യാതൊരു സംശയമില്ല. ഇത് നിങ്ങൾ ചെയ്യുക. നാമജപത്തിൻ്റെ എല്ലാ ഡൗട്ട്സും ഏകദേശം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള എല്ലാ ഡൗട്ട്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും നാമജപം ചെയ്യുക, ദിക്ർ ചെയ്യുക. എല്ലാ മതത്തിലും ഉണ്ട്. നാമജപം ഇല്ലാത്ത യാതൊരു മതവും ഇല്ല അല്ലേ. നാമജപം മനസ്സിന് ഒരു സ്റ്റിൽനെസ് കൊണ്ടുവരികയും ധ്യാനത്തിലേക്ക് നമ്മളെ പതുക്കെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ സ്ഥിരമായി നമുക്ക് കണക്ഷൻ ഉണ്ടാവും. സ്ഥിരമായി കണക്ഷൻ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? സ്ഥിരമായി കണക്ഷൻ ഉണ്ടാവുമ്പോൾ, ആ ഭഗവാനുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ലൈഫിൽ ഭക്തി ഉണ്ടാകും. ആ ഭക്തി ഉണ്ടാകുമ്പോൾ സറണ്ടർ ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ടാകും അല്ലേ. ഈ അക്സെപ്റ്റൻസ് ആണ് ജീവിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.